വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ് അഖില മിസ് ആണ്. സോ നമ്മുടെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ അല്ലെ, ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു പെർട്ടിക്കുലേറ്റ് നാച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അത് പല രീതിയിൽ വരാറുണ്ട്. അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കേസ്, നിങ്ങൾക്ക് ഒരു കേസ് തരും അല്ലെ, അതായത് നിങ്ങൾക്ക് ഒരു പാസേജ് തരും. ഇപ്പൊ ഇംഗ്ലീഷിലെ ലാംഗ്വേജിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറില്ല, ഒരു പാസേജ് തന്നിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കൊരു കേസ് തരും, ആ കേസ് കൃത്യമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് അതിന്റെ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. നോർമലി ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 മാർക്കിനാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. ഇനി ചിലപ്പോൾ എല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊക്കെ നമ്മുടെ എന്താണ് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, മക്കളെ ശ്രദ്ധിക്കുക. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. എന്താണ് നമ്മുടെ പാസേജ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ദാറ്റ് ആർ ഇൻ കോൺസ്റ്റന്റ് മോഷൻ. ദ ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, solid, liquid or gas. In solids, movement is negligible and limited to vibrations. In liquids, particles move within a restricted space. In gases, particles are free to move throughout all available space. അപ്പൊ നോക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു കമ്പാരിസൺ അവിടെ നടന്നു കഴിഞ്ഞു അല്ലെ. Furthermore, the speed of this motion is influenced by temperature. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പാസേജിൽ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What happens to the movement of particles when heat is provided to a substance? Yes, നമ്മളൊരു സബ്സ്റ്റൻസിന് ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു അല്ലെ. അപ്പൊ എന്ത് മാറ്റമാണ് അതിന്റെ മൂവ്മെന്റിന് സംഭവിക്കുന്നത്? നമുക്കറിയാം, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് അതിന്റെ മൂവ്മെന്റും എന്ത് ചെയ്യാൻ തുടങ്ങുമടാ, വിച്ച് ഓൾസോ ഇൻക്രീസസ് അല്ലെ. ഇപ്പൊ മിസ് ഇതാ ഇവിടെ എഴുതുന്നുണ്ട് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ ആലോചിക്കാം, മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൈനറ്റിക് എനർജീനെ പറ്റി അല്ലെ. അപ്പൊ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജിയാണ് അവിടെ കിട്ടുന്നത്. സോ എനർജി കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങും, അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോളിഡ്സിലാണെങ്കിൽ വൈബ്രേഷൻസ് ആണ്, ലിക്വിഡിലും ഗ്യാസിലും ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും, റാൻഡമായിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിന്റെ റേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കമ്പയർ ദ, യെസ് ശ്രദ്ധിക്കണേ, കമ്പയർ ദ ഇന്റർ പാർട്ടിക്കിൾ സ്പേസിംഗ് ബിറ്റ്വീൻ സോളിഡ്സ് ആൻഡ് ഗ്യാസസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോളിഡ്സിലും ഗ്യാസസിലും ഉള്ള ഇന്റർ പാർട്ടിക്കിൾ സ്പേസിംഗ്. അപ്പൊ ഇത് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേണം, ഇതിന്റെ ഒരു ആൻസർ മാത്രമല്ല എന്റെ മക്കൾ ഇപ്പൊ പഠിച്ചു വെക്കേണ്ടത്. പകരം എന്താണ്, ഇത് ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ സോളിഡ്സ് ആയിക്കോട്ടെ, ലിക്വിഡ്സ് ആയിക്കോട്ടെ, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, അതിന്റെ പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടായിരിക്കണം. ഇപ്പൊ സോളിഡ്സിൽ നമുക്കറിയാം അവരെന്ന് പറയുന്നത് എന്താണ്, വളരെ ക്ലോസ്ലി പാക്ഡ് ആണ് അല്ലെ. വിച്ച് മീൻസ് അവരുടെ ഇന്റർ പാർട്ടിക്കിൾ സ്പേസിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. അതിനിടയിൽ അല്ലെ വളരെ എന്താണ്, നേരത്തെ മിനിമം ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് അടുത്തത് നമ്മളോട് ചോദിച്ചത് ഗ്യാസസിനെയാണ്. ഗ്യാസസിലേക്ക് വരുമ്പോൾ അത് എന്താവും, അത് മാക്സിമം ആവും. ഇന്റർ പാർട്ടിക്കിൾ സ്പേസിംഗ് എന്ന് പറയുന്നത് മാക്സിമം ആവും. നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫാർ അവേ ആണ് അല്ലെ. അങ്ങനെ തന്നെയാണ് നമ്മൾ വരയ്ക്കാറുള്ളത് അല്ലെ. അപ്പൊ ഇത് രണ്ടുമേ നമ്മളോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 കാര്യം മാത്രമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കുക, ബാക്കി പോയിന്റുകളൊക്കെ ഇവിടെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വെക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞു സോളിഡ്സിൽ ഇന്റർ പാർട്ടിക്കിൾ സ്പേസിംഗ് എന്ന് പറയുന്നത് മിനിമം ആണ്. വിച്ച് മീൻസ് അവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദേ ആർ ക്ലോസ്ലി പാക്ഡ് ആൻഡ് അവർക്കിടയിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നെഗ്ലിജിബിൾ ആണ്. അവിടെ വൈബ്രേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഗ്യാസിലേക്ക് വരുമ്പോൾ ഇന്റർ പാർട്ടിക്കിൾ സ്പേസിംഗ് മാക്സിമം ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ഫ്രീ ആണ്. ഫാർ അവേ എന്ന് പറയുമ്പോൾ അവർക്കിടയിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ നെഗ്ലിജിബിൾ ആണ് അല്ലെ. സോ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഏതൊക്കെയാണോ അവിടേക്കൊക്കെ ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇവരുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആളാണ് ആര്, നമ്മുടെ സെന്ററിൽ എഴുതിയിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റുകൾ മക്കൾ ഓർത്തു വെക്കുക. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഇതെല്ലാം കൂടെ എഴുതേണ്ട ആവശ്യമില്ല. ഈ 2 പോയിന്റ് എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, മാർക്ക് കിട്ടുന്നുണ്ട്. അതൊന്ന് കമ്പയർ ചെയ്ത് എഴുതണമെന്നേ ഉള്ളൂ. കാര്യം നമ്മളോട് ഇവിടെ സോളിഡ്സും ഗ്യാസസും മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. ഹൗ ഡസ് ദ
particulate nature of soap help in removing an oil stain from a piece of fabric. അപ്പോൾ സോപ്പിന്റെ ആക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ക്ലെൻസിങ് ആക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാർട്ടിക്കിൾ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എവറിഡേ ലൈഫിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്നതായിരുന്നു സോപ്പിൻ്റെത് അല്ലെ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? വെൻ വി വാഷ് ക്ലോത്ത്സ് സ്റ്റെയിൻഡ് വിത്ത് ഓയിൽ യൂസിങ് സോപ്പ്, ന്യൂമറസ് സോപ്പ് പാർട്ടിക്കിൾസ് സറൗണ്ട് ദ ഓയിൽ പാർട്ടിക്കിൾസ് ഓൺ ദ ഫാബ്രിക്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വൺ എൻഡ് ഓഫ് ദ സോപ്പ് പാർട്ടിക്കിൾ അറ്റാച്ചസ് ടു ദ ഓയിൽ ആൻഡ് ദ അതർ മിക്സസ് വിത്ത് വാട്ടർ അല്ലെ. അപ്പൊ നമ്മുടെ ഓരോ സോപ്പിന്റെയും പാർട്ടിക്കിളിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സോപ്പിന്റെ പാർട്ടിക്കിളിന്റെ ഒരു എൻഡ് എന്ത് ചെയ്യുവടാ, നമ്മളുടെ ഓയിലുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കും. അപ്പൊ അതിന്റെ മറ്റേ എൻഡോ അതെന്തുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കും, നമ്മുടെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കിടക്കും. അതായത് ഒരാൾക്ക് വാട്ടറിനാണ് ഇഷ്ടം, ഒരു എൻഡിനോ നമ്മുടെ ഓയിലിന് ഒരു പ്രശ്നമില്ല അല്ലെ, അത് അട്രാക്റ്റഡ് ആയിക്കോളും. അപ്പൊ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഓയിലും കൂടെ കൂട്ടത്തിൽ നമ്മുടെ സോപ്പിന്റെ കൂട്ടത്തിൽ അങ്ങ് പോവാണ്. അങ്ങനെയാണ് നമ്മുടെ ഫാബ്രിക് ക്ലീൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അതിന്റെ ഒരു പാർട്ടിക്കിൾ നാച്ചർ ആണ് അല്ലെ, കോൺസ്റ്റുവന്റ് പാർട്ടിക്കിളിന്റെ പ്രത്യേകതയാണ്. അത്രയും പാർട്ടിക്കിൾ സൈസിലാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഈ ഒരു ആക്ഷൻ മാത്രമേ നമ്മൾ അവിടെ എഴുതേണ്ടതുള്ളൂ. അപ്പൊ അത്രയുമായിരുന്നു നമ്മൾ ഈ തന്നിട്ടുള്ള കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ അല്ലെ. 3 ചോദ്യങ്ങളായിരുന്നു. കാര്യം 1 വേർഡ് അല്ലാത്തത് കൊണ്ടാണ് 3 ക്വസ്റ്റ്യൻസിൽ ഒതുങ്ങിയിട്ടുള്ളത്. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ മക്കളെ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ക്ലാസ് 8 CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള യോദ്ധാ ബാച്ച് തന്നെയാണ്. ഇതിപ്പോ ഇവിടെ പറയാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ മൺസൂൺ ഓഫർ ആണ്. മഴയൊക്കെയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൺസൂൺ ഓഫറും ഉണ്ട്. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്താലുള്ള മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ ചാപ്റ്റർ ഒക്കെ എടുത്തുകൊണ്ട് അതിന്റെ റിവിഷനും കഴിഞ്ഞ് അതിന്റെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് യൂണിറ്റ് ടെസ്റ്റ് കാര്യങ്ങൾ, മൊഡ്യൂൾ എക്സാം ഒക്കെ നമ്മളെ ഈ പറയുന്ന ബാച്ചിൽ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ക്ലാസ് മിസ്സായെന്നുള്ള പേടി വേണ്ട, അവിടെ നമുക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ബേസ് പ്ലാൻ ആയിക്കോട്ടെ, ഇൻഫിനിറ്റി പ്ലാൻ ആയിക്കോട്ടെ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആയിക്കോട്ടെ, മക്കൾ ചൂസ് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് യെസ്, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പൊ മറക്കണ്ട, നമ്മുടെ യോദ്ധാ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് സെറ്റ് ആയിട്ട് പഠിക്കണം. വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.